വർഗീയ ജാതി വിഷം തുപ്പാൻ ശിവൻകുട്ടിയെ കഴിഞ്ഞല്ലാതെ കേരളത്തിൽ ഇന്ന് വേറൊരാളില്ല എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. അതെൻ്റെ തെളിവാണ് ഇന്നലെ കണ്ടത്. വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നതിൽ പോലും ജാതീയ വിദ്വേഷം കണ്ടെത്തിയ ഒരു മനുഷ്യൻ. സാർ, എന്ത് ഗതികേടാണ്! ഇങ്ങനെ ഒരാളാണ് നാട് ഭരിച്ചിരുന്നത് എന്നുള്ളതാണ്. 5 വർഷം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ കുട്ടികളുടെ ഗതികേടെന്ന് ആലോചിച്ചു. അല്ലെ, ശിവൻകുട്ടിയല്ലേ പറഞ്ഞത്? ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ കാലത്തൊരു ഇത് പറയാറുണ്ടേ, ശക്തി സഹിതമേ ശിവം ശിവം ശക്തിഹീനം ശവം ശവം എന്ന് പറയുക. ഈ രണ്ടാമത്തെ പറഞ്ഞ ഗണത്തിലാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ഇന്നിപ്പോൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിലാണ്. നിയമത്തിൽ ഇലക്ഷൻ മത്സരിച്ച് തോറ്റു. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു 4 അക്കങ്ങൾ വരുന്നൊരു സംഗതി തികച്ചു പറയാൻ വേണ്ടി സാധ്യമല്ല. 1900 എന്ന് പറയുന്നതിന് 19,923 എന്നൊക്കെ പറയുന്ന ആളാണ് പുള്ളി. അത്രയ്ക്കുള്ള ഒരു സാമാന്യ വിവരക്കേടിന് പര്യായമാണ്. ആകെയുള്ള സംഗതി, അദ്ദേഹം കല്യാണം കഴിച്ചത് നമ്മുടെ പി ഗോവിന്ദപിള്ള സാറിന്റെ മകളെയാണ്. പാർവതി ദേവിയാണ് വിവാഹം കഴിച്ചത്. പി ഗോവിന്ദപിള്ള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനുപരിയായിട്ട് സർവാത്മന ജനങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കേരളം കണ്ട ഏറ്റവും മികച്ച വായനക്കാരിൽ ഒരാളായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന ഗോവിന്ദപിള്ള സാറാണ്. ആ ഗോവിന്ദപിള്ള സാറിന്റെ മരുമകനായി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇയാളെ സംബന്ധിച്ച് വേറെ നേട്ടങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാളെ സംബന്ധിച്ച് ഇയാൾക്ക് വിവരക്കേടുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടണം. അതേപോലെ തന്നെ ഇലക്ഷൻ മത്സരിക്കണം, അവിടെ നിന്ന് ജയിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ ആഭാസത്തരങ്ങളും സംസാരത്തിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. ഇപ്പൊ ഈ സംഭവത്തിൽ തന്നെ നടന്ന എന്താ, വി മുരളീധരൻ അവിടെ മിഠായി ചുരിഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് മിഠായി എടുക്കാം, അത് മിഠായി എടുത്തിട്ട് ഓരോ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വി മുരളീധരൻ ആരാണ് എന്നുള്ളതും കൂടി പഠിക്കേണ്ടതാണ്. വി മുരളീധരന്റെ വീട് പാനൂരാണ്. സ്വന്തം വീട്ടിൽ പോലും അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ സംഘത്തിന്റെ പ്രചാരകനായ ആളാണ്. സ്വന്തം വീട്ടിൽ പോലും പോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റുകള് ഈ വി ശിവൻകുട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ആളുകള് കൊലവിളി നടത്തുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോന്ന് കാലങ്ങളോട് അവിടെ പോകാൻ സാധിക്കാതിരുന്ന ഒരാളാണ് വി മുരളീധരൻ. അദ്ദേഹമാണ് പിൽക്കാലത്ത് കഴക്കൂട്ടത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്നു. കഴക്കൂട്ടത്ത് അദ്ദേഹം നിരവധി വർഷങ്ങൾ നിൽക്കുന്നു. അവിടെ താമസിച്ച് അവിടെ ജനങ്ങളുടെ വിഷയങ്ങളെ പഠിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ആദ്യത്തെ ഇലക്ഷൻ തോൽക്കുന്നു. അദ്ദേഹം അവിടെ കഴക്കൂട്ടത്ത് തോറ്റതിന് ശേഷമാണ് വീണ്ടും അവിടെ നിന്ന് മത്സരിക്കുന്നു. വീണ്ടും മത്സരിച്ചിട്ട് അദ്ദേഹം ജയിക്കുകയാണ്. അദ്ദേഹം തോൽപ്പിക്കുന്നത് സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിക്കുന്നത്. വലിയ വ്യക്തിബന്ധങ്ങളുള്ള, സാമാന്യ ബോധത്തോട് സംസാരിക്കുന്ന, കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന, സഹകരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ടാണ് ജയിക്കുക. കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കലും ഒരു ശിവൻകുട്ടിയുടെ നിലവാരക്കാരനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ ഫാർ ബെറ്റർ ആണ്. മറിച്ച് ശിവൻകുട്ടി എന്ന് പറയുന്ന ആള് ഒരിക്കലും സ്വന്തം പാർട്ടിയുടെ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞെങ്കിൽ, സാധാരണ ഞാൻ മനസ്സിലാക്കുന്ന പാർട്ടിയുടെ ചില ആളുകൾക്ക് അവിടെ ചില കുഴപ്പങ്ങൾ കാണിക്കുന്ന സമയത്ത് അവർ ചുമതലപ്പെടുത്തുന്നത് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയാണല്ലോ പണ്ട് പറഞ്ഞത്, താൻ അസംബ്ലി പോകണം, അസംബ്ലി പോയിട്ട് താൻ കയറിയിട്ട് അവിടെ അവിടുന്ന് ബെഞ്ചിന്റെ മുകളിൽ കൂടി താൻ നടക്കണം എന്ന് പറയുന്ന സമയത്ത് സ്വന്തം അടിവസ്ത്രം കാണിച്ചുകൊണ്ട് വിവരം കെട്ട യാത്ര നടത്തുന്ന ഒരാളുടെ പേരാണ് ശിവൻകുട്ടി. ശിവൻകുട്ടിയെ മന്ത്രിയായിട്ടൊന്നും എനിക്ക് കാണാൻ സാധ്യമല്ല. ഒരു വിവരക്കേടിന്റെ പര്യായമായിട്ടാണ്. അങ്ങനെ വിവരക്കേടിന്റെ പര്യായമായിട്ട് സ്ത്രീകളുള്ള, വനിതകളടക്കം MLA-മാരായിരിക്കുന്ന നിയമസഭയില് മുണ്ട് മടക്കി കുത്തി ആ ഡെസ്കിന്റെ ബെഞ്ചിന്റെ മുകളിൽ കൂടി ചാടി തുള്ളി നടന്ന ഒരാഭാസനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ വരിക. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം സംശയങ്ങൾ സ്വാഭാവികമായിട്ട് വരാം. അദ്ദേഹം ആദ്യം പഠിക്കേണ്ടത് ഈ ജാതിയെ കുറിക്കുന്ന ഏറ്റവും ഒന്ന് വി മുരളീധരനെ കുറിച്ച് പഠിക്കുക. എന്തെങ്കിലും ഒരാളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് ആരാണ് വി മുരളീധരൻ, വി മുരളീധരൻ എവിടെ നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്, വി മുരളീധരന്റെ ഭാര്യ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. ശിവൻകുട്ടിയുടെ ഭാര്യ ഏതാ? സ്വസമുദായമല്ലേ ശിവൻകുട്ടിയുടെ. അത് ശിവൻകുട്ടിക്ക് മടിയില്ല. എന്ന് മാത്രമല്ല, ശിവൻകുട്ടിയുടെ നേതാവായിരിക്കുന്ന സാക്ഷാൽ EMS-നെ കുറിച്ചിട്ട് ശ്രീമതി ഗൗരിയമ്മ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഗൗരിയമ്മ പറഞ്ഞത് EMS-ന് എപ്പോഴും തിരുമേനി എന്ന് വിളിക്കുന്ന ഇഷ്ടമെന്നാ. അങ്ങനെ ആ തിരുമേനിമാരുടെ പ്രസ്ഥാനമാണ് CPM. ആ തിരുമേനിമാരുടെ പ്രസ്ഥാനത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ശിവൻകുട്ടിയെപ്പോലുള്ള ആളുകൾ കല്ലെറിയുന്ന സമയത്ത് ആ കല്ല് കൊള്ളുന്ന സ്വന്തം നെഞ്ചിലേക്കാന്ന് ഇയാൾക്ക് ബോധ്യം വരേണ്ടതാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, ശിവൻകുട്ടിയെ സംബന്ധിച്ച് എക്കാലത്തും സാധാരണക്കാരനെ വഞ്ചിച്ച ചരിത്രമാണ്. അത് പുന്നപ്ര വയലാർ സമരത്തിലടക്കം. പുന്നപ്രയിൽ സമരം നടന്നല്ലോ. 1946 ഒക്ടോബർ മാസം 24-ാം തീയതി സമരം നടന്നു. അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ മാർച്ച് നടത്തി. ഏകദേശം 7000-ഓളം ആളുകളാണ് മാർച്ച് നടത്തിയെന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ മാർച്ച് നടത്തിയ സമയത്ത് അന്ന് EMS ഉണ്ടായിരുന്നില്ല. EMS ഒക്കെ പ്രേരിപ്പിച്ച് അവർ യാത്ര നടത്തിയത്. 25-ാം തീയതി EMS പുന്നപ്രയിൽ വന്നു. അവിടെ സംസാരിച്ചു. ആരെ യോഗത്തിലാണെന്നറിയാമോ? നമ്പൂതിരിമാരുടെ യോഗത്തില്.
യോഗക്ഷേമ സഭയുടെ യോഗത്തില്. ആ യോഗത്തിൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞത്, ഞാൻ നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള യോഗത്തിലാണ് പ്രസംഗിച്ചതെന്നാണ് EMS പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് മംഗളോദയത്തിന്റെ പിന്നത്തെ നവംബർ മാസത്തിൽ ലക്കത്തില് ഇദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് വലിയ ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. EMSന്റെ കൃത്യമായ ലേഖനം. അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പരാമർശിക്കുന്നത് KC ജോർജ് എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് CPIയിൽ പോയിട്ടുള്ള KC ജോർജിന്റെ CPIയുടെ നേതാവായിരുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നിച്ചായിരുന്നു. 1957 EMSന്റെ കൂടെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ സമയത്ത് EMS അദ്ദേഹത്തിന് ഇട്ട പേര് മക്രോണി ജോർജ് എന്നാ പേരിട്ടത്. കാരണം ഇദ്ദേഹം അരി കിട്ടാനില്ലാണ്ട് സമയത്ത് മക്രോണി കൊടുത്തു. ആ മക്രോണി കൊടുത്ത സമയത്ത് EMS പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം സഹപ്രവർത്തകന് ഇട്ട പേര് മക്രോണി ജോർജ് എന്നാ. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. കാരണം ആർക്ക് വേണമെങ്കിലും അവർ പേരിടും, ആരെക്കുറിച്ച് വേണമെങ്കിലും അവർ ആക്ഷേപം ഉന്നയിക്കും. അവരുടെ നേതാക്കന്മാരൊക്കെ ജാതി പേര് വയ്ക്കുന്നവരുമാണ്, ജാതി നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരുമാണ്, ജാതി വച്ചിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്, ജാതി അവരുടെ അടിസ്ഥാന ഘടകമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറെ നേതാക്കന്മാരും. അല്ലാത്തൊരു നേതാവിന്റെ പേര് വരുമെന്ന് പറയട്ടെ, ഏത് നേതാവ് ഇവരെ സംബന്ധിച്ചുള്ളത്? മിക്കവാറും എല്ലാ നേതാക്കന്മാരും തന്നെ ഇവരുടെ ജാതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രവർത്തന പദ്ധതികളാണ്. മറിച്ചാണ് മുരളീധരനോട് നിങ്ങൾ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപം ഉണ്ടാവാം. പക്ഷേ മുരളീധരൻ ജാതിപക്ഷവാദിയാണ്, അല്ലെങ്കിൽ ജാതി നോക്കിയിട്ടാണ് മിഠായി കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കുന്ന വിവരക്കേടിന്റെ പര്യായമാണ്. ആ വിവരക്കേടിന് പറയുന്ന പേരാണ് ശിവൻകുട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവര് തെറ്റു പറയാൻ വേണ്ടി സാധ്യമല്ല. കാരണം ഒരിക്കലും മുരളീധരന്റെ പ്രവർത്തന പാരമ്പര്യം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കലും ജാതി ചിന്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ മുരളീധരന് സാധ്യമല്ല. മറിച്ച് ശിവൻകുട്ടിക്ക് സാധിക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ്. ശിവൻകുട്ടിക്ക് അത്ര വലിയ ഈ പറയുന്ന ജാതിരഹിതമായ സമൂഹത്തെ പടുത്തുയർത്താനാണെങ്കിൽ സ്വന്തം വിവാഹം ഇതര ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കണമായിരുന്നു. അത് ചെയ്തില്ല. പാർട്ടിയിൽ തന്നെ ഏറ്റവും അന്ന് തലപ്പൊക്കമുണ്ടായിരുന്ന ദാർശനികരായ മനുഷ്യൻ്റെ മകളെ വിവാഹം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം മാതൃക കാണിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത്? സ്വജാതിയിൽ തന്നെ തുടരുകയും ചെയ്തു. അപ്പോൾ നിയമത്ത് മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതുപോലും ജാതിയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശിവൻകുട്ടിയെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്ക് ധാരണയുണ്ട്. പക്ഷേ വിവരക്കേട് വിളിച്ചു കൂവുന്നതിൽ ശിവൻകുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഇന്നലെ വന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങര സ്കൂളിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. ശിവൻകുട്ടിയുടെ കാലത്ത് 3 കോടി മുടക്കി നന്നാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളതാണ്. അല്ല, അതിനും ശിവൻകുട്ടി വേറെന്ന് പറഞ്ഞു. അട്ടക്കുളങ്ങര സ്കൂളിന്റെ 3 കോടി മുടക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു പണിത സ്കൂളാണ്, അതിന് അഡ്മിഷൻ പെർമിഷൻ കൊടുത്താരാ? കോർപ്പറേഷനാണ്. അതുകൊണ്ട് ഉത്തരം പറയേണ്ടതാരാ? VV രാജേഷാണ്. കോർപ്പറേഷൻ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. കോർപ്പറേഷൻ ക്ലിയറൻസ് കൊടുക്കാതെ കണ്ട് 3 കോടി റുപ്യ ഇയാൾ ചെലവഴിച്ചിട്ടുള്ള വിദ്യാലയത്തിന് കൃത്യമായിട്ടുള്ള ചട്ടവട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പണിതിരിക്കുന്നത്. അത് VV രാജേഷ് പറഞ്ഞപ്പോൾ ഇയാളുടെ അടപ്പ് തെറിച്ചു പോയല്ലോ. കാരണം ഇപ്പൊ ഇയാൾ ശിവൻകുട്ടിയെ സംബന്ധിച്ച് നമ്മള് ശിവൻകുട്ടി ഗൗരവമായിട്ട് എടുക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ശിവൻകുട്ടിക്ക് സാമാന്യ ബോധം ഉണ്ടെന്നുള്ളത് പാർവതി ദേവി പോലും പറയാൻ സാധ്യതയില്ല. കാരണം ഇപ്പൊ ശിവൻകുട്ടിയെ കുറിച്ച് നമ്മൾ ഇപ്പൊ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ശിവൻകുട്ടി ദാർശനികനായിരിക്കുന്ന P ഗോവിന്ദപിള്ളയുടെ മകളെ വിവാഹം കഴിച്ചു. അത് ശരിയാണ്. കാരണം എല്ലാവരും അവനൊന്നും ഇല്ലാത്തതാണ് ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പൊ ശിവൻകുട്ടിക്ക് ദാർശനികതയോ ചിന്താശക്തിയോ ഒരു വിഷയം പഠിക്കാനുള്ള കരുത്തോ ഉണ്ടെന്ന് ആരും ധരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് എന്ത് വേണം? അയാൾക്ക് ചില സ്ഥാനമാനങ്ങളുണ്ട്, പാർട്ടിയിൽ സ്വാധീനമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അയാൾ എന്താ ചെയ്യുക? അയാൾ പാർട്ടിയിൽ ഇത്തരത്തിൽ ദാർശനികമുള്ള ആളുടെ മക്കളെ വിവാഹം കഴിക്കണം. അതാണ് സംഭവിക്കുക. ഇല്ലാത്തത് കിട്ടണം. അപ്പൊ അങ്ങനെ ഇല്ലാത്തത് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരിക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ശിവൻകുട്ടിക്ക് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ശിവൻകുട്ടിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടെന്നുള്ളത് ഞാൻ കരുതുന്നില്ല.